2023 ഒക്ടോബർ 7 ലോകം നോക്കി നിൽക്കെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും ഇന്റലിജൻസ് സംവിധാനവുമുള്ള രാജ്യത്തിന് ലോകശക്തികൾക്ക് മേൽ അവരുടെ അഹങ്കാരത്തിന് പ്രഹരം ഏൽപ്പിച്ച സ്വന്തം സത്വത്തെ കാത്തുസൂക്ഷിച്ചൊരു വിഭാഗം. പതിറ്റാണ്ടുകൾ നീണ്ട ഉപരോധങ്ങൾക്കിടയിൽ നിന്ന് എങ്ങനെ ഈ ചെറു സംഘം ഇത്രമേൽ ശക്തരായെന്ന് ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചു കളഞ്ഞു അവർ. ഇന്നും 1.5 വർഷത്തോളം ഇസ്രായേൽ എന്ന അതിശക്ത രാജ്യവും അവരുടെ സൈന്യവും കിണഞ്ഞു ശ്രമിച്ചിട്ടും സാധാരണക്കാരായ 1,00,000-ലേറെ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും പിന്തിരിഞ്ഞൊരു നടത്തം സ്വപ്നത്തിൽ പോലും ഇസ്രായേലിന് കാണാൻ കഴിയാതെ അവരങ്ങനെ കാവലാളാവുകയാണ്. ഇപ്പോഴിതാ സൈന്യത്തിന്റെയും ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും പൂർണ്ണ പരാജയമായിരുന്നു ഒക്ടോബർ 7-ലെ ഹമാസിന്റെ മിന്നൽ ആക്രമണമെന്ന് തുറന്നടിക്കുന്ന ഇസ്രായേൽ റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. സൈന്യം നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ രേഖകളാണ് ചോർന്നിരിക്കുന്നത്. ഹമാസിന്റെ മിന്നൽ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനിക താവളം പൂർണ്ണമായും തകർന്നെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ ശേഷി ചോദ്യം ചെയ്താണ് റിപ്പോർട്ടിൽ പുറത്തുവന്ന വിവരങ്ങൾ. സൈനിക കേന്ദ്രത്തിനുള്ളിലെ ഓരോ സംവിധാനങ്ങളും ആക്രമണം നടത്തിയ ഹമാസ് സംഘങ്ങൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഹമാസിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ശേഷി അക്കമിട്ട് പറയുന്ന റിപ്പോർട്ടാണ് ജെറുസലേം പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. നഹാൽ ഒസ് സൈനിക ക്യാമ്പിലെ മിക്ക യൂണിറ്റുകളും സബ് യൂണിറ്റുകളും ഹമാസ് തകർത്തുവെന്നും 53 സൈനികരെ കൊലപ്പെടുത്തിയെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. താവളത്തിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നവരിൽ കൂടുതലും വനിതാ സൈനികരാണ്. 16 വനിതാ സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഈയിടെയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചതുപോലും. ഹമാസ് മിന്നലാക്രമണം തുടങ്ങിയതോടെ സൈനികർ പേടിച്ചോടിയെന്നും ഇതാണ് യൂണിറ്റുകൾ തകർക്കാൻ ഹമാസിന് എളുപ്പമായതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത വനിതാ സൈനികരെയാണ് ഈയിടെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് മോചിപ്പിച്ചത്. ഇത്രയും വലിയ ആക്രമണം നടത്താൻ ഹമാസിന് ഒരു ചാരന്റെ സഹായം പോലും വേണ്ടി വന്നിട്ടില്ല. ആക്രമണത്തിന് സൈന്യത്തിൽ നിന്ന് സഹായം ലഭിച്ചോ എന്നും അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. സൈനിക താവളത്തിന്റെ മാതൃക സൃഷ്ടിച്ചാണ് ആക്രമണം ഹമാസ് പദ്ധതിയിട്ടതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഗസയിൽ അധിനിവേശം ചെയ്യുമ്പോൾ ഹമാസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചത്. സൈനിക ക്യാമ്പിനുള്ളിലെ എല്ലാ സംവിധാനങ്ങളെ കുറിച്ചും വിവരം ലഭിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്താൻ സൈന്യത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എവിടെയെല്ലാമാണ് ക്യാമറകൾ സ്ഥാപിച്ചത്, ജനറേറ്റർ എവിടെ, സുരക്ഷിതമായി ഒളിക്കാനുള്ള മുറികൾ എവിടെ, പട്രോളിംഗ് സംഘത്തിന്റെ നീക്കം, ബേസ് കമാൻഡർ, കമ്പനി കമാൻഡർമാർ എവിടെയാണ് ഉറങ്ങിയത്, കോർഡിനേഷൻ സിറ്റുവേഷൻ മുറി എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി ആക്രമണത്തിനെത്തിയവർ മനസ്സിലാക്കിയിരുന്നു. അതിനാൽ അവർ ഇതെല്ലാം ആസൂത്രണത്തോടെ തകർത്തു. ക്യാമ്പിൽ എന്താണ് നടക്കുന്നതെന്ന് സൈനിക ആസ്ഥാനത്ത് നിന്ന് പോലും നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ 6:30-നും 7:05-നും ഇടയിൽ സൈനിക ക്യാമ്പിൽ 65 റോക്കറ്റുകളാണ് പതിച്ചത്. 9 മണിയോടെ 65 അംഗ സംഘവും പിന്നീട് 50 അംഗ സംഘവും 10 മണിയോടെ 100 അംഗ സംഘവും ക്യാമ്പ് ആക്രമിക്കാനെത്തി. 215 പേരാണ് ക്യാമ്പ് ആക്രമണത്തിൽ പങ്കെടുത്തതെന്നാണ് റിപ്പോർട്ട്. ആ സമയം ആകെ 171 സൈനികരാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. ഇതിൽ 81 പേർ ട്രെയിനികളാണ്. 90 പേർക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. സൈനികർ ഹമാസിന് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ ഇപ്പോൾ പോലും ട്രംപിന്റെ കൂട്ടുപിടിച്ചിട്ടും തകർക്കാൻ കഴിയാത്ത അത്ര ശക്തമാണ് ഹമാസ് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ സ്വന്തം സത്വത്തെ കാക്കുക എന്നത് അവർക്ക് ജീവൻ കാക്കുന്നതിന് സമമാണ്. സ്വയരക്ഷയ്ക്കായി ഒരുവൻ എന്തെല്ലാം ചെയ്യുമോ അത്രയും ഈ ചെറു വിഭാഗവും ചെയ്യും. ഒരുപക്ഷേ ലോകശക്തികൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലുമേറെ.